നമസ്കാരം. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് പ്രിഫർ ചെയ്യുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഒന്ന് ഏതറാണ്. നമ്മുടെ ചാനലും നമ്മൾ ഏതറിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പലർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ നമുക്കിപ്പോൾ തോന്നുന്നു. തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ കാരണം? ആ ഒരു കോണ്ടൻറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവർക്കും എൻജിൻ ബിയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഏഥറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു നല്ല ബിൽഡ് ക്വാളിറ്റി ഏഥറിനില്ല. എന്നിരുന്നാലും നല്ല പവർ, അതുപോലെ തന്നെ പറയുന്ന ഒരു റേഞ്ച് ആക്ച്വലി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ റേഞ്ച് നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. നല്ല സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ, വലിയ തലവേദനയൊന്നും ഉണ്ടാക്കാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. അതൊരു ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിരുന്ന സമയത്ത് വരെ നല്ല ഒരു ഫീഡ്ബാക്ക് ആ കമ്പനിയിൽ നിന്ന് നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഏഥറിൻ്റെ 450Xൻ്റെ ഒക്കെ ജനറേഷൻ 3 വന്നതിന് ശേഷം വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. ഒരു നല്ല കമ്പനി എന്നതിലുപരി ഏഥറിൻ്റെ സർവീസും ഏഥറിൻ്റെ പ്രോഡക്റ്റിലുള്ളൊരു വിശ്വാസമാണ് നമ്മൾ ഈ വാഹനത്തെ കൂടുതൽ ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യാനുണ്ടായിരുന്ന കാരണം. ഓലയുടെ ഫോർക്കിൻ്റെ ഒക്കെ ഇഷ്യൂ വന്നതോടുകൂടി ഓല ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റിൽ നിന്നും ഏതർ കുതിച്ചു വരികയാണ് ചെയ്തത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ ഏതറിൻ്റെ ഒരു വാഹനം വാങ്ങിക്കണമോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഞാൻ പറയും അതിപ്പോൾ വേണ്ട എന്ന് തന്നെ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതറിൻ്റെ വാഹനങ്ങൾക്ക് നല്ല കംപ്ലയിൻസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. കംപ്ലയിൻസ് മാത്രമല്ല, വാഹനത്തിന് ഏകദേശം 1,70,75,000 രൂപയുടെ അടുത്ത് വിലയുണ്ട്. ഇപ്പോൾ സബ്സിഡി കുറച്ചു, അപ്പോൾ വില ഇനിയും കൂടും. അത് മാത്രമല്ല, ഈ വാഹനത്തിൻ്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്റ്റിക്കാണ്, തലവേദന എന്ന് തന്നെ പറയാം. കാരണം ഈ വാഹനത്തിൻ്റെ ബെൽറ്റോ പുള്ളിയൊക്കെ മാറുമ്പോഴത്തേക്കും 8,000 രൂപ മുതൽ 10,000 രൂപ വരെയൊക്കെ ചിലവ് വരുന്നുണ്ട്. ഇനി ഓരോ ഭാഗം തന്നെ നമ്മൾ എടുത്ത് പറയുന്നില്ല. തീർച്ചയായിട്ടും ഈ വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതും എടുത്തു കളഞ്ഞു. റീസെൻ്റായിട്ട് ഏതറിൻ്റെ ഭാഗത്തു നിന്നും ഒരു ട്വീറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ IP67 അല്ലെങ്കിൽ 68 വാട്ടർ റെസിസ്റ്റൻ്റ്, ഡസ്റ്റ് റെസിസ്റ്റൻ്റ് എന്നൊക്കെ പറയുന്നത് ഒരു പേരിന് മാത്രമാണ്. അത് അത്ര പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിലൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും മഴക്കാലമാണ്. ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നു തുടങ്ങി. പണ്ടൊക്കെ ഏതറിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് വളരെ അപൂർവമായിരുന്നു. 1-2 ബാറ്ററിയൊക്കെ കംപ്ലയിൻ്റ് ആയെങ്കിലായി. ഇപ്പോൾ അത് സ്ഥിരമാണ്. ബെൽറ്റിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട. ജനറേഷൻ 3 ഇറങ്ങിയതിന് ശേഷം ബെൽറ്റ് പൊട്ടലും ബെൽറ്റിൽ നിന്ന് സൗണ്ടും പ്രശ്നങ്ങളോട് പ്രശ്നം. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സർവീസ് സെൻ്ററെയാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ നല്ല പ്രോഡക്റ്റാണ്, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ടയോട്ട എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഇത്രയും ജനപ്രീതി നേടിയത്, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ജനപ്രീതി നേടിയത്? കാരണം എന്താ വെച്ചാൽ ടയോട്ട വലിയ ഫീച്ചറുകളൊന്നും കൊടുക്കുന്നില്ല. ഈ അടുത്തിടെ മാത്രമാണ് ഈ സൺറൂഫൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. പല രാജ്യങ്ങളിലും പല വേരിയൻറ്റിലും കൊടുത്തിട്ടുണ്ട്. എന്നാൽ പോലും പക്ഷെ കമ്പനിയിൽ നിന്ന് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളൊരു 15 വർഷം പഴക്കമുള്ള വണ്ടിയും കൊണ്ട് വന്നാലും, ഒരു 15 ദിവസം പഴക്കമുള്ള വണ്ടിയും കൊണ്ട് വന്നാലും അവിടെ നിന്ന് കിട്ടുന്ന സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ആ ഒരു റിസപ്ഷൻ, ഒരു കസ്റ്റമറിനെ മാനേജ് ചെയ്യുക, നമ്മൾ നോക്കിയാൽ അറിയാം. ടയോട്ടയുടെ സെയിൽസിനേക്കാൾ കൂടുതൽ അവരുടെ സർവീസ് സെൻറ്ററും അല്ലെങ്കിൽ സർവീസ് സെക്ഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റും അവിടുത്തെ ഹാൻഡിലിങ്ങും ഒക്കെ. കാര്യത്തിലേക്ക് വരാം. ഏതൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുത്തു കളഞ്ഞു. അതുമാത്രമല്ല, ഏതറിൻ്റെ ഓരോ പാർട്സിനും നല്ല വില കൂടുതലാണ്. സർവീസ് സെൻറ്ററുകളിൽ നിന്ന് കിട്ടുന്ന, എല്ലാ സർവീസ് സെൻറ്ററല്ല, സർവീസ് സെൻറ്ററിലും കിട്ടുന്ന ഒരു ഫീഡ്ബാക്കും അത്ര നല്ലതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോട്ടറിന് തന്നെ 30,000 രൂപ വില വരും. അതുമാത്രമല്ല, ഇതിൻ്റെ ബാറ്ററിക്ക് ഒരു 80,000 രൂപയുടെ മുകളിലേക്ക് വില വരും. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശരിക്കും പരിസ്ഥിതിയെ സ്നേഹിക്കുക മാത്രമല്ല, പോക്കറ്റ് കാലിയാകാതിരിക്കാൻ കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മളൊരു 10,000, 30,000, 40,000 കിലോമീറ്റർ ഓടി കഴിഞ്ഞ ശേഷം, ഓക്കെ, ഒരു 30,000 കിലോമീറ്റർ ഓടിയതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് ഓരോ സർവീസിന് കയറുമ്പോഴും 8,000, 10,000, 4,000, 5,000 ഒക്കെ വെച്ച് മുടക്കുമ്പോഴത്തേക്കും നമുക്ക് എവിടെയാണ് ലാഭം? തീർച്ചയായിട്ടും ഈ വാഹനത്തിന് ഒരു മഡ് ഗാർഡ് പോലും ഇല്ല. പുറകിലിരിക്കുന്ന ആളുടെ മേത്ത് അടപടലം ചെളി തെറിക്കുകയാണ്. ഇനി നമ്മളൊരു പുറമേ നിന്നൊരു മഡ് ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ അത് സർവീസിനെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വാറണ്ടിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. ഇനി വാറണ്ടിയുടെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സർവീസ് സെൻറ്ററും ഓരോ രീതിക്കാണ് പറയുന്നത്. 3 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ അല്ല, 3 വർഷം അല്ലെങ്കിൽ 30,000 കിലോമീറ്റർ, അതാണ് മോട്ടറിൻ്റെയും വാഹനത്തിൻ്റെയും വാറണ്ടി. പക്ഷേ ചിലയിടത്ത് പറയുന്ന 3 വർഷം അൺലിമിറ്റഡ് കിലോമീറ്റർ എന്നൊക്കെ പറയുന്നു. തീർച്ചയായിട്ടും ഈ ഒരു രീതിക്കാണ് ഏതർ പോകുന്നതെങ്കിൽ സർവീസ് സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ വെട്ടിക്കുറയ്ക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അവർ കുറച്ച് ആഡ് ഓൺ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കുറച്ച് മാപ്പ് അങ്ങനെയുള്ള കസ്റ്റമറിന് നൽകുന്ന കുറച്ച് ഫെസിലിറ്റീസ് പെയ്ഡ് ആക്കിയാലും കുഴപ്പമില്ല. പക്ഷേ ഒരു പരിധി കൂടുതൽ പെയ്ഡ് ആക്കാനും പാടില്ല. കാരണം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ എപ്പോഴും നമ്മളൊരു കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എക്കണോമിക്കലി നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും പാർട്സിന് വില കൂടുതൽ, സർവീസ് സെൻറ്ററിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് അത്ര നല്ലതല്ല,
കംപ്ലയിൻസുകൾ കൂടി വരുന്നു. ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നോയ്സിയാണ്. നമ്മളിപ്പോൾ സിലിക്കോൺ സ്പ്രേ അടിച്ചിട്ട് കുറച്ച് കാലം കൊണ്ടു നടന്നാലും ഈ ബെൽറ്റിന് ഭയങ്കര നോയ്സാണ്. ഇപ്പം ജെൻ 3 ഒക്കെ വന്നതിന് ശേഷം ബെൽറ്റ് പൊട്ടുക എന്ന് പറഞ്ഞ കോമൺ സംഭവമാണ്. ബാറ്ററിയുടെ ഇഷ്യൂവും കൂടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനലിലൂടെ ഏഥർ നിങ്ങൾക്ക് ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് അതിൽ ഞാൻ ഖേദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ഏഥർ എടുക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് തന്നെ എടുക്കണം. തീർച്ചയായിട്ടും ഈ മഴക്കാലമൊക്കെ വരുന്നുണ്ട്. ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ പുറത്തേക്ക് വരുന്നത്. അതിന് മുമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ സർവീസ് നന്നായിരിക്കണം, പ്രോഡക്റ്റ് അത്ര നന്നായിട്ടും കാര്യമില്ല. അതാണ് നമ്മൾ ടയോട്ടയുടെ കാര്യം പറഞ്ഞത്. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങളിപ്പോൾ ഏഥർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആലോചിക്കണം. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. കൂടുതൽ നല്ല കോണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.